ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗമേതാണ്? നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും. ഞാനൊരു അനുഭവം പറയാം. എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർക്കുണ്ടായ അനുഭവം അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചതാണ്. അദ്ദേഹം ഒരിക്കൽ ഒ പിയിൽ ഇരിക്കുകയായിരുന്നു. അവിടേക്ക് ഒരു അച്ഛനും മകനും കയറി വന്നു. മകന് എന്തോ ഒരു അസ്വസ്ഥതയുള്ളതുപോലെ. രാവിലെ മുതൽ ഒരു പേടിയും വെപ്രാളവുമുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. വീടിന് തൊട്ടടുത്തുള്ള ഡിസ്പെൻസറിയിലേക്ക് അവർ പോയെങ്കിലും അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അവർ പറഞ്ഞു. നിരീക്ഷണത്തിൽ അവർക്ക് മനസ്സിലായി, ഈ പയ്യൻ്റെ തലച്ചോറിൽ എന്തോ ഒരു അണുബാധയുണ്ടായതായി. പെട്ടെന്ന് ആ പയ്യൻ ഉറക്കെ കരഞ്ഞു. അവന് തണുക്കുന്നു, ഈ കാറ്റത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല, ആ ഫാൻ ഒന്ന് ഓഫാക്കൂ എന്ന് പറഞ്ഞ്. CT സ്കാൻ്റെ റിസൾട്ട് വന്നു. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു തലവേദനയോ ഛർദിയോ ഒന്നും അവനുണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത്? പെട്ടെന്നാണ് അവർക്ക് ചെറിയൊരു സംശയം തോന്നുന്നത്. ഇത് പേവിഷബാധയായിരിക്കുമോ എന്ന്. അച്ഛനോട് ചോദിച്ചു, ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും പൂച്ചയോ നായയോ അവനെ കടിക്കുകയോ മാന്തുകയോ വല്ലതും ചെയ്തിരുന്നോ എന്ന്. അയാൾ പറഞ്ഞു, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ 5 മാസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പണിസ്ഥലത്ത് വെച്ച് എന്നെയും അവനെയും ഒരു നായ ആക്രമിച്ചിരുന്നു. അതിൽ അവന് ചെറിയൊരു മുറിവുണ്ടാവുകയും ചെയ്തിരുന്നു. ആ നായ വാക്സിനേറ്റഡ് ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അത് കാര്യമാക്കിയില്ല എന്ന് ആ അച്ഛൻ പറഞ്ഞു. അതോടെ അവർ ഉറപ്പിച്ചു അത് പേവിഷബാധ തന്നെയായിരുന്നു എന്ന്. ഉടനെ തന്നെ ആ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യുവാനും അച്ഛനോട് പ്രതിരോധ കുത്തിവെപ്പ് നടത്തുവാനും ഡോക്ടർ പറഞ്ഞു. 2 ദിവസങ്ങൾക്കുള്ളിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗം ഏതാണ് എന്ന ചോദ്യത്തിന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു ഉത്തരം റാബിസ് എന്ന് തന്നെയാണ്. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ നായ്ക്കളെയും പൂച്ചകളെയും ഒക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത്. എന്നാൽ അവരിൽ നിന്നും നമ്മളിലേക്ക് വളരെ എളുപ്പം എത്തിച്ചേരാവുന്ന ഒരു അതിഥിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ചുമ്മാ കണ്ടു തീർക്കേണ്ട ഒരു വീഡിയോ ആയി ഇതിനെ കാണരുത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചെന്നെത്തുക തന്നെ വേണം. വീട്ടിൽ വളർത്തുമൃഗങ്ങളുള്ളവർ അറിയേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. റാബിസ് വൈറസ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മൃഗങ്ങളുടെ ഉമിനീരിലൂടെയാണ് ഇത് മനുഷ്യരിലേക്ക് കടക്കുന്നത്. പട്ടി, പൂച്ച, മരപ്പട്ടി, കുരങ്ങൻ, പെരിച്ചാഴി, കുറുക്കൻ തുടങ്ങിയ പല മൃഗങ്ങളും ഇതിൻ്റെ വാഹകരാണ്. എന്നാൽ എലി, മുയൽ, അണ്ണാൻ എന്നീ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഈ വൈറസിനെ പരത്താൻ കഴിയില്ല. മൃഗങ്ങളുടെ ഉമിനീരിലൂടെയാണ് ഈ അണുക്കൾ നമ്മളിലേക്ക് പടരുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മുറിവിൽ മൃഗങ്ങൾ നക്കിയാലോ അല്ലെങ്കിൽ അവർ തന്നെ നക്കി വൃത്തിയാക്കിയിട്ടുള്ള അവരുടെ നഖം കൊണ്ട് നമ്മെ മാന്തിയാലോ ഈ അണുക്കൾ നമ്മളിലേക്ക് പടരാം. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പടർന്ന ശേഷം നാഡികളിലൂടെ തലച്ചോറിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിയതിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതിനുശേഷം രക്ഷിക്കുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, അതും മറ്റു മൃഗങ്ങളോ പുറം ലോകമായോ അധികം ബന്ധമില്ല എങ്കിലും കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ ഉടൻ തന്നെ വാക്സിനേഷൻ എടുക്കണം എന്നിരിക്കെ ഒരു പരിചയവുമില്ലാത്ത മറ്റു മൃഗങ്ങൾ നക്കുകയോ കടിക്കുകയോ ചെയ്താൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറയേണ്ടതില്ലല്ലോ. പലരും റാബിസ് വാക്സിനേഷൻ എടുക്കാൻ മടിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ പ്രോസസ്സ് തന്നെയാണ്. കാലങ്ങൾക്ക് മുമ്പേ, അതായത് ശാസ്ത്രം ഇത്രയും വളരുന്നതിനും മുമ്പേ 14 ദിവസം പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ വെക്കണമായിരുന്നു. ഇന്നും റാബിസിൻ്റെ വാക്സിനേഷൻ ഇങ്ങനെ തന്നെയാണ് എന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഒരു ചെറിയ അളവിൽ വളരെ സുരക്ഷിതമായി ചെറിയ ശതമാനത്തിൽ മാത്രം അലർജിക്കായിട്ടുള്ള സൗജന്യമായി ലഭിക്കുന്ന മരുന്നുകളാണ് ഇന്ന് റാബിസ് വാക്സിനേഷനായി ഉപയോഗിക്കുന്നത്. പേവിഷബാധ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നായ്ക്കളുടെ മുഖമാണ്. 90% പേവിഷബാധ പരത്തുന്നത് നായ്ക്കളാണ് എന്നതുകൊണ്ട് തന്നെയാണ് അത്. അതിന് കാരണം എന്താണ്? മനുഷ്യനുമായി ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന ജീവിയും നായയാണ്. വളർത്തു നായല്ലാതെ തെരുവിലുള്ള മറ്റു നായ്ക്കളെല്ലാം അപകടകാരികളാണ് എന്നൊരു വാദം എനിക്കില്ല. നമുക്ക് ചുറ്റുമുള്ള നായ്ക്കളിൽ ബഹുഭൂരിപക്ഷവും സ്നേഹമുള്ള ജീവികൾ തന്നെയാണ്. എന്നാൽ അവർ കൂട്ടത്തോടുകൂടി നിൽക്കുമ്പോൾ അവരുടെ ടെറിട്ടറിയിലേക്ക് കടന്നു ചെല്ലുന്ന മനുഷ്യനും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, സാമൂഹ്യ ജീവിയായ മനുഷ്യൻ കൂട്ടത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ അവിടേക്ക് ഒരു ഭയത്തോടുകൂടി മാത്രമേ ഒറ്റയ്ക്ക് കടന്നു പോകുന്ന ഒരാൾക്ക് പോലും കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയല്ലേ ഇതും. എന്നിരുന്നാലും നായ്ക്കളോടുള്ള നമ്മുടെ സമീപനം കരുതലോടുകൂടിയായിരിക്കണം. സ്നേഹത്തോടെ പെരുമാറുന്ന നായ്ക്കളാണ് എങ്കിലും അവയുടെ ഉമിനീര് നമ്മുടെ ശരീരത്തിലെ മുറിവുകളിലേക്കോ അവയുടെ നഖം തട്ടി നമ്മുടെ ശരീരത്തിൽ മുറിവുകളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വീട്ടിൽ വളർത്തുന്ന നായ്ക്കളോ പൂച്ചകളോ ആയാലും
അവ നിങ്ങളെ നക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം വൃത്തിയായി സോപ്പ് കൊണ്ട് കഴുകണം. ഇനി നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു മുറിവിൽ നിങ്ങളുടെ സ്വന്തം നായ, അത് വാക്സിനേറ്റഡ് ആണെങ്കിലും ശരി, അതിൻ്റെ ഉമിനീര് മുറിവിലായാൽ ഉറപ്പായും നിങ്ങളൊരു കുത്തിവെപ്പ് നടത്തേണ്ടതുണ്ട്. ഇത്രയും കേട്ടതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം പാമ്പ് കടിച്ചതുപോലെ പെട്ടെന്നൊരു മരണം ഇവിടെ സംഭവിക്കില്ല. ഇവിടെയും ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ കുഞ്ഞ് തെരുവ് നായ്ക്കൾക്ക് മുമ്പിലേക്ക് നടന്നു പോകുന്നതിന് മുമ്പ് അതിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, നായ്ക്കളെ കണ്ട് ഭയപ്പെടരുത്. ഒരിക്കലും അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അത് ശരിയല്ല. കാരണം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാവും. നായ്ക്കളെ കണ്ട് ഭയപ്പെടാതിരിക്കാം. കാരണം എൻ്റെ കുഞ്ഞിനെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുരച്ചോടി വരുന്ന നായ്ക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടുക എന്നത് ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യം നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും തലയും മുഖവും സംരക്ഷിക്കുക എന്നതാണ്. അതായത് കയ്യിലോ കാലിലോ കടി കിട്ടിയാലും നമുക്ക് രക്ഷപ്പെടുത്തുവാനുള്ള സമയം കിട്ടും. എന്നാൽ മുഖത്തോ തലയിലോ ആണ് നായ കടിക്കുന്നത് എങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താനുള്ള സമയം കുറയും. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, റാബിസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ നാടുകളിലൂടെ തലച്ചോറിലേക്കാണ് ചെന്നെത്തുക. മുഖത്തോ തലയിലോ ആണ് കടി കിട്ടുന്നത് എങ്കിൽ നമുക്കുള്ള സമയം കുറവായിരിക്കും. വീട്ടിലുള്ള മൃഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, എന്നാൽ തെരുവിലുള്ള നായ്ക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണം സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ മുറിവ് വൃത്തിയായി കഴുകുക എന്നതാണ്. 15 മിനിറ്റെങ്കിലും സോപ്പ് ഉപയോഗിച്ച് ആ ഒരു മുറിവ് കൃത്യമായി വൃത്തിയായി കഴുകുക. അതിനുശേഷം രക്തം കൂടുതൽ വാർന്നു പോവാത്ത രീതിയിൽ അത് കെട്ടിവെക്കുക, ഡോക്ടറെ കാണിക്കുക. ആ മുറിവ് നോക്കിയാണ് നിങ്ങളുടെ ചികിത്സ തീരുമാനിക്കപ്പെടുന്നത്. പ്രധാനമായും 3 തരംതിരിച്ചിട്ടുണ്ട്: നോ എക്സ്പോഷർ, മൈനർ എക്സ്പോഷർ, സിവിയർ എക്സ്പോഷർ. മൃഗങ്ങൾ നക്കി, ചെറുതായി നഖം തട്ടി എന്നൊക്കെയാണ് എങ്കിൽ അത് നോ എക്സ്പോഷർ വിഭാഗത്തിൽപ്പെടും. അതിന് പ്രതിരോധ കുത്തിവെപ്പൊന്നും വേണ്ട. മൈനർ എക്സ്പോഷർ എന്നാൽ മുറിവാകാതെ ചെറിയ രീതിയിൽ പോറിയിട്ടുണ്ട് എങ്കിൽ, രക്തം പൊടിയുന്ന രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് പ്രതിരോധ കുത്തിവെപ്പ് വേണം. 3 സിവിയർ എക്സ്പോഷർ, വായിലോ ചുണ്ടിലോ നക്കിയിട്ടുണ്ട് എങ്കിൽ, ആക്രമണത്തിൽ നന്നായി മുറിവുണ്ടായിട്ടുണ്ട് എങ്കിൽ മുറിവ് ആദ്യം തന്നെ വൃത്തിയായി കഴുകിയ ശേഷം ആന്റി റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിനും ഒപ്പം പ്രതിരോധ കുത്തിവെപ്പും ഉടൻ തുടങ്ങണം. എന്താണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ? അതായത് കാറ്റഗറി 3 അനുസരിച്ച് നമുക്ക് സംഭവിക്കുന്ന മുറിവുകൾക്കുള്ള മരുന്നാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇത് മുറിവിന് ചുറ്റും പറ്റാവുന്നത്ര കുത്തിവെക്കുന്നു. ഇത് വൈറസിനെ നേരിട്ട് പ്രതിരോധിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും 2 തരത്തിലാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉള്ളത്. ഒന്ന് ഇക്വിൻ റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, 2 ഹ്യൂമൻ റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. കുതിരകളിൽ കുത്തിവെപ്പുകൾ നടത്തി അവയിൽ നിന്നും വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് സൂക്ഷിച്ചു വെക്കുന്നവയാണ് ഇക്വിൻ റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. താരതമ്യേന ചിലവ് കുറവുള്ള കുത്തിവെപ്പ്. വളരെ ചുരുക്കം ചിലർക്ക് ഇത് അലർജി ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് ഡോസ് അടിച്ച ശേഷം മാത്രമേ കുത്തിവെപ്പ് പ്രയോഗിക്കാറുള്ളൂ. മനുഷ്യരിൽ നിന്നും വേർതിരിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നവയാണ് ഹ്യൂമൻ റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഇതിന് താരതമ്യേന ഒരൽപ്പം ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ഡോസിൽ അലർജി കാണിക്കുന്നവർക്കാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. മനുഷ്യരിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു ടെസ്റ്റ് ഡോസിന്റെ ആവശ്യമില്ല. കാലങ്ങൾക്ക് മുമ്പ് ആർക്കും പിടിതരാത്ത റാബിസ് എന്ന അതിമാരക വൈറസിനെ പിടിച്ചു കിട്ടിയതാരാണ് എന്നറിയാമോ? ലൂയി പാസ്ചർ എന്ന ശാസ്ത്രജ്ഞനാണ്. ഒരുപക്ഷെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന പലതിനും പാസ്ചറിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയാവില്ല. കാരണം ഭക്ഷ്യമേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്ചറൈസേഷൻ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഫ്രാൻസിലെ ജൂറ മേഖലയിലെ ഡോലെ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ജീൻ ജോസഫ് പാസ്ചറാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. 1842 ലൂയി പാസ്ചർ ബിരുദം നേടുന്നത്. രാസവസ്തുക്കളുടെ ഘടനകൾ വിലയിരുത്തി അവയുടെ സവിശേഷതകൾ തിട്ടപ്പെടുത്തുന്ന സ്റ്റീരിയോ കെമിസ്ട്രിയാണ് ശാസ്ത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സംഭാവന. 1879 കോഴികൾക്ക് സംഭവിച്ച ചിക്കൻ കോളറയ്ക്കുള്ള വാക്സിനേഷനാണ് അദ്ദേഹം ആദ്യമായി കണ്ടെത്തുന്നത്. അതിനുശേഷം ആന്ത്രാക്സിനുള്ള വാക്സിനേഷനും അദ്ദേഹം കണ്ടെത്തി. 1885 തൻ്റെ 63-ാമത്തെ വയസ്സിലാണ് പേവിഷബാധയ്ക്കുള്ള വാക്സിനേഷനും അദ്ദേഹം കണ്ടെത്തുന്നത്. ആ കാലഘട്ടത്തിൽ ഒരുപാട് പേർ പേവിഷബാധ കാരണം മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം വളരെ ലളിതമാണ്. അതായത് അപകടകാരിയായ ഒരു വൈറസിനെ എടുത്ത് അതിനെ ദുർബലപ്പെടുത്തി ശരീരത്തിന് തിരികെ കൊടുത്താൽ അതിനെ ചെറുക്കാനുള്ള കഴിവ് ശരീരം തന്നെ ഒരുക്കും എന്ന ലളിതമായ സിദ്ധാന്തം. ഒരിക്കൽ ഫ്രഞ്ചുകാരനായ ജോസഫ് മേസ്റ്റർ എന്ന പയ്യനെ ഒരു പട്ടി കടിച്ചു.
ദിവസങ്ങൾക്കുള്ളിൽ ആ പട്ടി പേവിഷബാധ കാരണം മരണപ്പെടുകയും ചെയ്തു. ഇത് ജോസഫിന്റെ മാതാപിതാക്കളിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അവർക്ക് മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ലൂയിസ് പാസ്റ്ററുടെ വീട്ടിലേക്കുള്ള വഴി. കുഞ്ഞിനെയും കൊണ്ട് അവർ ലൂയിസ് പാസ്റ്ററിന്റെ വീട്ടിലെത്തി. അപ്പോഴേക്കും അദ്ദേഹം വാക്സിൻ കണ്ടെത്തിയിരുന്നു, എന്നാൽ അത് മനുഷ്യരിൽ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മാതാപിതാക്കളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിനും സാധിച്ചില്ല. അദ്ദേഹം തീരുമാനിച്ചു, ജോസഫിൽ വാക്സിൻ കുത്തിവെച്ചേ മതിയാവൂ. വാക്സിൻ കുത്തിവെച്ചാലും ഇല്ലെങ്കിലും ജോസഫ് മരണപ്പെടും എന്നറിയാവുന്ന മാതാപിതാക്കളും ആ തീരുമാനത്തെ അംഗീകരിച്ചു. അങ്ങനെ ജോസഫിൽ വാക്സിൻ കുത്തിവെക്കപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ പേവിഷബാധയിൽ നിന്നും ജോസഫ് തിരികെ വരികയായിരുന്നു. അതോടുകൂടി തിരികെ വന്നത് ജോസഫ് മാത്രമായിരുന്നില്ല, പേവിഷബാധ എന്ന പേടി സ്വപ്നത്തിൽ നിന്നും മനുഷ്യരാശി കൂടിയായിരുന്നു. നിങ്ങളെ കടിച്ച നായ്ക്ക് പേയുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ആലോചിച്ച് സമയം കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു ആക്രമണം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കുക. വെറും 10 മിനിറ്റിൽ താഴെ മാത്രം സമയം ആവശ്യപ്പെടുന്ന ഈ ഒരു പ്രോസസ്സ് സംഭവിച്ചില്ല എങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ സന്തോഷത്തെയായിരിക്കാം ബാധിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേവിഷബാധയുടെ വാക്സിൻ എടുക്കുന്നത് പേവിഷബാധ ഇല്ലാതാക്കാനല്ല. അങ്ങനെ ഒരു വിഷബാധ നിങ്ങളിൽ സംഭവിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ ശരീരത്തെ പാകപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പേ ബാധിച്ച ശേഷവും വാക്സിൻ നൽകാൻ സാധിക്കുന്നത്. റാബിസ് വൈറസ് വളരെ പതുക്കെ മാത്രം നാടുകളിലൂടെ തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്നവയാണ്. തലച്ചോറിൽ നിന്ന് മുറിവിലേക്ക് എത്ര ദൂരമുണ്ടോ അത്രയും പതുക്കെ റാബിസ് അണുക്കൾ തലച്ചോറിലെത്തും. അതുവരെ നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നായ്ക്കൾ ആക്രമിക്കുമ്പോൾ തലയോട് ചേർന്ന ഭാഗങ്ങൾ സംരക്ഷിക്കാൻ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടതും. അതിനായി കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കൈ വിട്ട് നൽകുന്നതും ബുദ്ധി തന്നെയാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മെ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ജീവിക്കുന്ന നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ പല്ലോ നഖമോ തട്ടി നമ്മളിൽ ഒരു മുറിവുണ്ടായി എന്ന് വിചാരിക്കുക. അതിനെ ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. എൻ്റെ ഓമനയല്ലേ എന്ന് കരുതി വാക്സിനേഷൻ എടുക്കാതിരിക്കരുത്. നമ്മളുടെ ശരീരത്തിലെ ഒരു മുറിവിൽ ഈ ഓമനകളുടെ ഉമിനീര് പറ്റിയാലും ലക്ഷണങ്ങൾക്കായി കാത്തിരിക്കരുത്. അതിലും വലിയ മണ്ടത്തരം വേറെയില്ല. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല, വീട്ടിൽ വളർത്തു മൃഗങ്ങളുള്ള എല്ലാവരും അറിയേണ്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ റോട്ടിലൂടെ നടന്നു പോകുന്ന മൃഗങ്ങളെ ഒന്നും നോക്കാതെ കൊഞ്ചിക്കാൻ നടക്കുന്ന നിങ്ങളുടെ ചങ്കുകൾക്കും അറിയാനുള്ളതാണ്. അവർക്ക് വേണ്ടി ഈ വീഡിയോ പങ്കുവയ്ക്കും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട്